പഞ്ചാബിലെ 13 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുക. BJPക്ക് വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുന്ന സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ തന്നെ പഞ്ചാബിനെ കാണാം. ആം ആദ്മി കോൺഗ്രസ് നേർക്കുനേർ സഖ്യമായിട്ടല്ലാതെ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ട്. ശിരോമണി അകാലിദളും അവിടെ പ്രധാനമായും മത്സര രംഗത്തുണ്ട്. അതേസമയം 13 മണ്ഡലങ്ങളുള്ള പഞ്ചാബിൽ 4 മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത്. ജലന്ധറിൽ പർഷോത്തം ലാൽ ബിൽഗയാണ് CPIM സ്ഥാനാർത്ഥി. ശക്തമായ മത്സരമാണ് CPIM ജലന്ധറിൽ കാഴ്ചവെക്കുന്നത്. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷം പോരാടുന്നത്. അമൃത്സർ ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിൽ CPI മത്സരിക്കുമ്പോൾ ജലന്ധറിൽ CPIM മത്സരിക്കുന്നു. പർഷോത്തം ലാൽ ബൽഗയാണ് CPIM സ്ഥാനാർത്ഥി. ഇത്തവണ ശക്തമായ പോരാട്ടമാണ് മണ്ഡലത്തിലെന്നും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പർഷോത്തം ലാൽ ബിൽഗ കൈരളി ന്യൂസിനോട് പറഞ്ഞു. मजदूर का रोज़गार ख़त्म हो गया, लोगों को काम नहीं मिल रहा. इधर बहुत सारे विलेज थे जो गांव में काम हो रहा था, वो भी काम अब बंद हो चुका है. तो जो रोड्स का काम है जलंधर का, वो भी ठीक नहीं है. ट्रांसपोर्ट का काम भी ठीक नहीं है. वाटर सप्लाई ठीक नहीं है. सफाई ठीक नहीं है. सीवरेज ठीक नहीं है. हम अगर जीत गए तो कुछ करेंगे, जलंधर के लिए विकास के लिए काम करेंगे. പഞ്ചാബിലെ മറ്റു മണ്ഡലങ്ങളെ പോലെ ജലന്ധറിലും ചതുർക്കോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ചരൺജിത്ത് ചന്നിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. പവൻകുമാർ ടിനു ആം ആദ്മിക്ക് വേണ്ടിയും സുശീൽ കുമാർ റിങ്കു BJPക്ക് വേണ്ടിയും മത്സരരംഗത്തുണ്ട്. ജലന്ധറിൽ ഇത്തവണ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് CPIM നടത്തുന്നത്. ജലന്ധറിലെ പാർട്ടി ഓഫീസിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായ്ക്കൊപ്പം വിഷ്ണു തലവൂർ.